നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. അംഭോജസംഭവനുമൻപോടു നീന്തിവര വന്മോഹവാരിധിയിലെന്നേടമോർത്തു മമ വൻപേടി പാരമിവനൻപോടടായ്വതിനു മുൻപേ തൊഴാമടികൾ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ ഹരിനാമ കീർത്തനം. ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. മായാമോഹത്തിൽ മയങ്ങാൻ ഇടയാകരുതേ എന്ന് എത്ര കിണഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തിരിക്കുന്നു. മായാമോഹത്തിൽ മയങ്ങാൻ ഇടയാകരുതേ എന്ന് ഇത്ര കിണഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തിരിക്കുന്നു. ധീരമായി മായാമറ ഒഴിച്ചു മാറ്റിയാൽ പോരെ. മായാമറ ഒഴിച്ചു മാറ്റുന്ന കാര്യത്തിൽ ബ്രഹ്മാവിനു പോലും ഒരിക്കൽ അത്യധികം ക്ലേശിക്കേണ്ടി വന്നു എന്നു കാണിച്ച് ദൃഷ്ടാന്ത സഹിതം തൻ്റെ അഭ്യർത്ഥനയെ സമർത്ഥിക്കുകയാണ് ആചാര്യൻ. ഇരുപത്തിയെട്ടാം പദ്യം. അംഭോജസംഭവനുമൻപോടു നീന്തിബത വന്മോഹവാരിധിയിലെന്നേടമോർത്തു മമ വൻപേടി പാരമിവനമ്പോടടായ്വതിന് മുമ്പേ തൊഴാമടികൾ നാരായണായ നമഃ. അംഭോജസംഭവനും ബ്രഹ്മാവിനും വൻമോഹവാരിധിയിൽ സത്യമെന്തെന്നറിയാതെ മോഹസമുദ്രത്തിൽ അൻപോട് നീന്തി തിരഞ്ഞു തിരഞ്ഞ് വളരെ നാൾ നീന്തി കഴിച്ചു കൂട്ടേണ്ടി വന്നു. ബത കഷ്ടം. എന്നേടമോർത്തു മമ എന്ന കാര്യം ആലോചിച്ച് എനിക്ക് വൻ പേടി, വലിയ ഭയം തോന്നുന്നു. പാരം ഇവന് അടായ്വതിന്, അത് അത്യധികം ഇവനിൽ വന്നു ചേരാതിരിക്കുന്നതിന് മുമ്പേ അടികൾ അൻപോട് തൊഴാം, ആദ്യമേ പാദങ്ങൾ ഭക്തിപൂർവം കുമ്പിടാം. നാരായണനായി നമസ്കാരം. ബ്രഹ്മാവിനും സത്യമെന്തെന്നറിയാതെ മോഹസമുദ്രത്തിൽ തിരഞ്ഞ് തിരഞ്ഞ് വളരെ നാൾ നീന്തി കഴിച്ചു കൂട്ടേണ്ടി വന്നു. കഷ്ടം. ഈ കാര്യം ആലോചിച്ച് എനിക്ക് വലിയ ഭയം തോന്നുന്നു. അത് അത്യന്തികം ഇവനെ ബാധിക്കാതിരിക്കുന്നതിന് ആദ്യമേ പാദങ്ങൾ ഭക്തിപൂർവം കുമ്പിടാം. നാരായണായ നമഃ. നാരായണനായി നമസ്കാരം. ബ്രഹ്മാവും സത്യാന്വേഷണവും. ഭാഗവതം 3-ാം സ്കന്ധം 8-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ സ്വശക്തിയിൽ ലയിപ്പിച്ച് യോഗനിദ്രയിലാണ്ടു. 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞുപോയി. തുടർന്ന് കാലശക്തിയാൽ കർമാധീനനായിത്തീർന്നിട്ട് തൻ്റെ ദേഹത്തിൽ ലയിച്ചു കിടക്കുന്ന ലോകങ്ങളെ കാണാനിടയായി. കർമ്മത്താൽ ഉണർത്തപ്പെട്ട വിഷ്ണുവിൻ്റെ നാഭീദേശത്ത് പെട്ടെന്ന് ഒരു താമര പ്രത്യക്ഷപ്പെട്ടു. തേജോമയമായ ആ താമരയിൽ സ്വയംഭൂവായ
ബ്രഹ്മാവും കാണപ്പെട്ടു. ആ താമരയിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് ചുറ്റും നോക്കി. അങ്ങനെ അദ്ദേഹത്തിന് 4 തലകളുണ്ടായി. എന്നാൽ ലോകമൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ആ ആദിദേവന് തന്നെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ ആര്? ഈ താമര എന്ത്? ഇതിൻ്റെ പിന്നിൽ വല്ല രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ സംശയങ്ങൾ അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തി. സ ഇത്തമുദ്വീക്ഷ്യ തദബ്ജനാളനാഡീഭിരന്തർജലമാവിവേശ നാർവാഗതസ്തദ്ഘരനാളനാളനാഭിം വിചിന്വം തദവിന്ദതാജഃ. ഭാഗവതം 3:8-19. അനന്തരം ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ച് ആ താമരയുടെ തണ്ടിലെ നാഡികളിൽ കൂടി അത് നിൽക്കുന്ന ജലപ്പരപ്പിലേക്ക് കടന്നു. തണ്ടിൽ കൂടി വളരെയധികം താഴോട്ട് പോയിട്ടും അതിൻ്റെ ആശ്രയസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയാതെ കുഴങ്ങി. ഇതിനെയാണ് ആചാര്യൻ അംഭോജസംഭവനും അൻപോടു നീന്തി ബത വൻമോഹവാരിധിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. താമരയിലെ ബ്രഹ്മാവ് മനസ്സും ജലം മായയും ആണെന്ന് പറയേണ്ടതില്ലല്ലോ. മായാജലത്തിൽ എത്രയൊക്കെ തിരഞ്ഞു നടന്നാലും മനസ്സിൻ്റെ ആശ്രയമായ സത്യം തെളിയുകയില്ല. കൊടിയ ഇരുട്ടിൽ തന്നെ അറിയാൻ ഓടി നടന്ന ബ്രഹ്മാവിന് 100 സംവത്സരം കഴിഞ്ഞിട്ട് പോലും ഫലമുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം നിരാശനായി സ്വസ്ഥാനത്തേക്കു തന്നെ മടങ്ങി. സങ്കല്പങ്ങളെ ഉപശമിപ്പിച്ച് പ്രാണനെ അടക്കി സമാധിനിഷ്ഠനായി ഉള്ളിലേക്ക് നോക്കി. തുടർന്ന് അത്ഭുതകരമാം വണ്ണം സത്യം തെളിഞ്ഞു കിട്ടുകയും ചെയ്തു. അന്തർമുഖമായ ഏകാഗ്രത കൊണ്ടല്ലാതെ പരമസത്യം ഒരിക്കലും തെളിഞ്ഞു കിട്ടുകയില്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് പുറമേ സത്യം തിരഞ്ഞ ബ്രഹ്മാവിനെപ്പോലെ മായാമോഹവാരിധിയിൽ ഒഴുകി ആയുസ്സു നഷ്ടപ്പെടാൻ ഇടവരാതെ തനിക്ക് കാലേക്കൂട്ടി തന്നെ അന്തർമുഖമായ ഏകാഗ്രത കൈവരിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. ഒരു ഭക്തന് ഗാഠമായ അർപ്പണബുദ്ധിയോടെ ഭഗവാനെ തിരയാൻ മാത്രമേ പറ്റൂ. ഭഗവാൻ എപ്പോഴാണ് കരുണ കാണിക്കുക, എപ്പോഴാണ് മുക്തി ലഭിക്കുക, ഇതൊന്നും തീർത്ത് നിർണയിക്കാൻ കഴിയില്ല. ഭഗവാൻ ചിലപ്പോൾ ചിലരെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നു, മറ്റു ചിലരെ വല്ലാതെ പരീക്ഷിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്തെന്ന് നിർണയിക്കാനും വയ്യ. ആശ്ചര്യകരമായി ഭഗവാനിൽ കാണുന്ന ഈ വിരുദ്ധ ഭാവങ്ങളെ പുരാണ ഇതിഹാസങ്ങളിലുള്ള പല ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാട്ടി വെളിപ്പെടുത്തുകയാണ് ആചാര്യൻ അടുത്ത 7 പദ്യങ്ങളിൽ. ഭഗവാന്റെ ക്ഷിപ്രപ്രസാദത്തിന് പാത്രീഭവിച്ച അജാമിളൻ്റെ കഥയാണ് 29-ാം പദ്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. സകല സന്താപനാശന ജഗന്നാഥ